ഹായ് എവരിവൺ, നമ്മുടെ ഒപ്റ്റിക്സ് ഇലക്ട്രോണിക് ലേസർ എന്ന് പറയുന്ന പേപ്പറിലെ ഒപ്റ്റിക്സ് എന്ന പോർഷനിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്. അപ്പോൾ നമ്മൾ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് ഡീൽസ് വിത്ത് സ്റ്റഡി ഓഫ് ലൈറ്റ്. ലൈറ്റിനെ നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ പഠിച്ച പോലെ തന്നെ വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചറുമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിലെ വേവ് നേച്ചറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ സെമിസ്റ്ററിൽ പഠിക്കാനുള്ളത്. പാർട്ടിക്കിൾ നേച്ചർ നമുക്ക് അടുത്ത സെമിസ്റ്ററിലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ വേവ് നേച്ചർ പഠിക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് ആദ്യമായിട്ട് അറിയണം വാട്ട് ഈസ് എ വേവ് മോഷൻ. എന്താണൊരു വേവ് മോഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ട്രാൻസ്മിഷൻ ഓഫ് എ പീരിയോഡിക് ഡിസ്റ്റർബൻസ് ടു ദ മീഡിയം വിത്തൗട്ട് ആക്ച്വൽ മൂവ്മെൻറ്റ് ഓഫ് മീഡിയം ഫ്രം വൺ പ്ലേസ് ടു അനദർ. ഏതോ ഒരു ഡിസ്റ്റർബൻസ്, അതെന്തൊക്കെയാവാം, എനർജി ആവാം, മൊമെൻറ്റം ആവാം, അത് ഒരു മീഡിയത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല, there is no actual movement of medium from one place to another. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മളൊരു രണ്ട് സ്റ്റാൻഡിൻ്റെ അറ്റത്ത് നമ്മളൊരു സ്ട്രിങ് ടൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പ്രഷർ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, വേവ്സ് സ്ട്രിങ് കൂടെ സെറ്റപ്പ് ആകും. അപ്പോൾ ഓരോ പോയിന്റിലെയും ഡിസ്റ്റർബൻസ് അടുത്ത പോയിന്റിലേക്ക് ട്രാൻസ്മിറ്റ് ആവും. പക്ഷെ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആ പോയിന്റ് തമ്മിൽ ഇൻ്റർചേഞ്ച് സ്ഥാനമൊന്നും മാറുന്നില്ല. പക്ഷെ എന്തുണ്ടാകും, ആ പോയിന്റിൽ എന്താണോ കിട്ടിയത്, ഇപ്പോൾ എനർജി കിട്ടിയിരിക്കുകയാണെങ്കിൽ തൊട്ടടുത്ത പോയിന്റിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ദെൻ ഈ കിട്ടിയ പോയിന്റ് എന്ത് ചെയ്യും, അടുത്ത പോയിന്റിലോട്ട് എനർജി ട്രാൻസ്മിറ്റ് ചെയ്യും. അങ്ങനെ ഒരു വൈബ്രേഷൻസ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് മൂലം എന്ത് ചെയ്യും, ഒരു വൺ പോയിന്റിൽ നിന്ന് എനർജിയോ മൊമെൻറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് അടുത്ത രണ്ടിലേക്ക് ട്രാൻസ്മിറ്റ് ആകും. പക്ഷെ അവിടെ എന്ത് നടക്കുന്നില്ല, ഈ മീഡിയത്തിലെ പാർട്ടിക്കിൾസ് ഒന്നും പൊസിഷൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. ഇതാണ് ഒരു കാര്യം. ഇനി അടുത്തൊരു കാര്യം, ഫോർ എക്സാമ്പിൾ ഈ ഒരു സ്ട്രിങ്ങിൽ തന്നെ നമ്മൾ ആദ്യം വൈബ്രേഷൻസ് കൊടുത്തു, ദെൻ അടുത്ത വേറൊരു വൈബ്രേഷൻസ് വേറൊരു രീതിയിലും കൊടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വൈബ്രേഷൻസും കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിൻറ്റിൻ്റെ ഇഫക്റ്റ്, ആ പോയിന്റിലേക്ക് വരുന്ന ടോട്ടൽ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിളാണ് എന്ത്, പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. എന്താണ്, വെൻ ടു ഓർ മോർ വേവ്സ് ആർ അലൗഡ് ടു പാസ് ത്രൂ എ കണ്ടിന്യൂസ് മീഡിയം അറ്റ് സെയിം ഇൻസ്റ്റൻറ്റ് സെയിം ടൈം ദെൻ ദ റിസൾട്ടൻറ്റ് ഇഫക്റ്റ് ക്യാൻ ബി ഈസിലി ബി എക്സ്പ്ലെയിൻ ബൈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. അപ്പോൾ എന്താണ് ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, when two or more waves are allowed to pass simultaneously through a continuous medium, then they superimpose one another. Then each wave produces its own displacement at any point. ഓരോ വേവ് എന്ത് ചെയ്യും, അവരുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കും. ആൻഡ് ദ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് വിൽ ബി ദ വെക്ടർ സം ഓഫ് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്. അതായത് ദിസ് ഈസ് എ സ്ട്രിങ്. ഈ സ്ട്രിങ്ങിന് എന്ത് ചെയ്തു, ആദ്യം നമ്മൾ ഈ ഒരു രീതിയിൽ വൈബ്രേറ്റ് ചെയ്യാൻ നോക്കി. ദെൻ സ്ട്രിങ് വെച്ച ഉടനെ നമ്മൾ എന്ത് ചെയ്തിട്ട് ഒരു ഉറുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ എന്ത് ചെയ്തു, ആ ഉറുമ്പ് ഈ ഒരു വൈബ്രേഷൻ കാരണം ഇത്ര മാത്രം ഡിസ്പ്ലേസ്മെൻ്റ് ആയി. ദെൻ അടുത്ത രീതിയിൽ പോവുകയാണെങ്കിൽ സെയിം ഇൻസ്റ്റൻറ്റ് തന്നെ വേറൊരു വേവ് വരികയാണെങ്കിൽ ഈ ഒരു വേവ് കാരണം എന്ത് ചെയ്തു, ഉറുമ്പിന് സപ്പോസ് ഇങ്ങോട്ടാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആദ്യത്തെ വേവ് ഉറുമ്പിന് പോസിറ്റീവ് സൈഡിലേക്കും രണ്ടാമത്തെ വേവ് കാരണം ഉറുമ്പിന് നെഗറ്റീവ് സൈഡിലേക്കും ഡിസ്പ്ലേസ്മെൻറ്റ് വരുത്തിച്ചു എങ്കിൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എ വെക്ടർ സം ഓഫ് y1 പ്ലസ് y2 പ്ലസ് എക്സെട്ര. എത്ര വേവ് ഉണ്ടോ അത്രയും വേവ്. അപ്പോൾ ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേവ് ആ പോയിന്റിലേക്ക് അറ്റ് എ ടൈമിൽ പാസ് ചെയ്യുന്ന എല്ലാ വേവ്സിൻ്റെയും ഇഫക്റ്റ് കൊണ്ടുണ്ടാകുന്ന ടോട്ടൽ വെക്ടർ സം എന്നാണ്. ഓക്കെ, ദെൻ നമ്മുടെ വൈബ്രേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ അധികം വൈബ്രേഷൻസിൻ്റെ രൂപത്തിലാണ്. ദെൻ ആ വൈബ്രേഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് എപ്പോഴും ഹാർമോണിക് ആയിരിക്കും. ഹാർമോണിക് മീൻസ് നമുക്കൊരു ആ വേവിൻ്റെ തുടർന്നുള്ള എല്ലാ പാർട്ടുകളെയും ഒരു ഫണ്ടമെൻ്റൽ ഫ്രീക്വൻസിൻ്റെ ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുണ്ട് ആ രീതിയിൽ. ഹാർമോണിക് എന്ന നേച്ചർ ആണെങ്കിൽ നമുക്ക് അതിന് എന്ത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, സൈനുസോയിഡൽ ഫങ്ഷൻ ഓഫ് ടൈം ആൻഡ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ബോത്ത്. ഇത് രണ്ടും വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അതിന് ആ ഫോം എങ്ങനെ വരിക, y = a sin ഒമേഗ ടി പ്ലസ് ഫൈ. ഇവിടെ y എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ്, a എന്താ, ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ എന്താ, ആംഗുലർ ഫ്രീക്വൻസി, t സെറ്റ് ടൈം ആൻഡ് ഫൈ ഇസ് ദ ഫേസ് ഡിഫറൻസ്.
അപ്പോൾ ഇത്രയും ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഒരു വേവിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ ഒരു ബേസിക് കൺസെപ്റ്റ് വെച്ചിട്ടാണ് വി ആർ മൂവിങ് ആൻഡ് അല്ലെങ്കിൽ വി ആർ എൻട്രിങ് ഇൻ ടു ദ ഫസ്റ്റ് ടോപ്പിക് ഓഫ് ഫസ്റ്റ് മൊഡ്യൂൾ ഓഫ് അവർ സിലബസ് വിച്ച് ഈസ് എ സൂപ്പർപൊസിഷൻ ഓഫ് ടു സൈനുസോയ്ഡൽ വേവ്സ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, രണ്ട് സൈനുസോയ്ഡൽ വേവ്സ് കൂടി ചേർന്ന് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ഇഫക്റ്റുകൾ ഉണ്ടാവും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് വി ആർ കൺസിഡറിങ് ടു സൈനുസോയ്ഡൽ വേവ്സ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് A1 ആൻഡ് A2 പ്രൊപ്പഗേറ്റിംഗ് ത്രൂ എ മീഡിയം അറ്റ് സെയിം ഇൻസ്റ്റൻസ് സെയിം ടൈമിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന രണ്ട് വേവ്സ് എടുത്തു, ഹാവിങ് ആംപ്ലിറ്റ്യൂഡ്സ് A1 ആൻഡ് A2. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് എന്ത്, Y1 ആൻഡ് Y2 ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ്സ്. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, Y1 is equal to A1 sin omega t എന്നും അടുത്തൊരു വേവിനെ Y2 is equal to A2 sin omega t plus phi എന്നും റെപ്രസെൻറ്റ് ചെയ്യും. കാരണം ഇതും തമ്മിലൊരു ഫേസ് ഡിഫറൻസ് നമ്മൾ എടുക്കുകയാണ്. So where phi is the phase difference. Then according to our principle of superposition, the resultant displacement of the particle എന്ന് പറഞ്ഞാൽ is a vector sum of Y1 plus Y2. അപ്പോൾ Y1 എന്താ, A1 sin omega t, Y2 A2 sin omega t plus phi. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം, സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു സൈൻ എക്സ് കോസ് വൈ പ്ലസ് കോസ് എക്സ് സൈൻ വൈ, ആ രൂപത്തിൽ എന്ത് ചെയ്തു ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ സൈൻ ഒമേഗ ടി സൈൻ ഒമേഗ ടി. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഒരുമിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി എന്ത് വരും, A1 പ്ലസ് A2 ഇൻറ്റു കോസ് ഫൈ ബ്രാക്കറ്റിലിട്ടു. ദെൻ സൈൻ ഒമേഗ ടി പ്ലസ് അടുത്തൊരു ടേം കൂടെ ഉണ്ടാവും A2 കോസ് ഒമേഗ ടി സൈൻ ഫൈ. അതാണ് ഈ ടേം കാണുന്നത്. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ദെൻ ഇതിൽ കാണുന്ന A1 പ്ലസ് A2 കോസ് ഫൈ എന്താക്കിയെടുത്തു, എ കോസ് തീറ്റ എന്നും A2 സൈൻ ഫൈനെ എ സൈൻ തീറ്റ എന്നും മാറ്റി എഴുതി, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ y ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ സൈൻ ഒമേഗ ടി പ്ലസ് എ സൈൻ തീറ്റ കോസ് ഒമേഗ ടി. എ കോമൺ ആണ്, പുറത്തേക്ക് എടുത്തു. ബാക്കി വരുന്നത് സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് തീറ്റ എന്ന് പറയുന്നതിൻ്റെ എക്സ്പാൻഷനാണ്. സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നതിൻ്റെ എക്സ്പാൻഷനാണ്. ദാറ്റ് മീൻസ് ഇതിലെന്താണ്, വീണ്ടും സൈൻ ടേം തന്നെയാണ്. അപ്പോൾ റിസൾട്ടൻറ്റ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സിമ്പിൾ ഹാർമോണിക് ഇൻ നേച്ചർ ഹാവിങ് സെയിം ഫ്രീക്വൻസി ഒമേഗയാണ്, മാറിയിട്ടില്ല. ബട്ട് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിഫറെൻറ്റ് ഫേസ്. ആംപ്ലിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്, ഇപ്പോൾ ഫേസ് മാറിയിട്ടുണ്ട്, തീറ്റ ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് രണ്ട് വേവ്സ് കൂടി ചേർന്ന് കഴിഞ്ഞാലും ഒരു സിമ്പിൾ ഹാർമോണിക് നേച്ചറാണ് റിസൾട്ടൻറ്റ് ഡിസ്റ്റർബൻസ് ആയിട്ട് വരിക. ഹാവിങ് സെയിം ഫ്രീക്വൻസിയാണ് ബട്ട് വിത്ത് ഡിഫറെൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ആൻഡ് ഡിഫറെൻറ്റ് ഫേസ്. ഇനി ഇങ്ങനെ ഫോം ചെയ്ത വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈ എ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി നമ്മളൊന്ന് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് വി ആർ സ്ക്വയറിങ് ആൻഡ് ആഡിങ് ദി ഇക്വേഷൻസ് 2 and 3. സ്ക്വയർ ചെയ്യുന്നു LHS, ദെൻ ഇതിൻ്റെ LHSും സ്ക്വയർ ചെയ്തിട്ട് രണ്ടും ആഡ് ചെയ്യുന്നു, RHS അതുപോലെ സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും, A1 പ്ലസ് A2 കോസ് ഫൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് A2 സൈൻ ഫൈ ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ കോസ് തീറ്റ ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സൈൻ തീറ്റ ദ ഹോൾ സ്ക്വയർ. രണ്ട് LHSും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തു, രണ്ട് RHSും സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്തു. ദെൻ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുന്നു, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2AB പ്ലസ് സെക്കൻഡ് ടേം ഉണ്ടാവും ഈക്വൽ ടു റൈറ്റിലുള്ള ടേം. ദെൻ കോസ് സ്ക്വയർ ഫൈയും സൈൻ സ്ക്വയർ ഫൈയും. ബാക്കി A2 കോമൺ ആണ്, പുറത്തേക്ക് എടുത്തിട്ട് എന്ത് ചെയ്തു, അങ്ങനെ എഴുതി. ബാക്കി സെയിം ടേംസിനെ മാറ്റല്ലാണ്ട് തന്നെ എഴുതി. ഇവിടെ റൈറ്റ് സൈഡിൽ എ സ്ക്വയറിനെ പുറത്തെടുത്തിട്ട് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അത് എന്തിനാണ് എഴുതിയത്, നമുക്കറിയാം കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് ഈക്വൽ ടു 1 ആൻഡ് കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1 എന്നും നമുക്കറിയാം. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു A1 സ്ക്വയർ പ്ലസ് A2 സ്ക്വയർ പ്ലസ് 2A1 A2 കോസ് ഫൈ എന്ന് കിട്ടി. therefore A is equal to root of A1 square plus A2 square plus 2A1 A2 cos phi. This is the resultant amplitude of the superposed wave. Next we are looking into the resultant intensity. നമുക്ക് ആംപ്ലിറ്റ്യൂഡ് ആണ് കിട്ടിയത്, അതിൽ നിന്ന് ഇൻറ്റൻസിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ സിമ്പിൾ പരിപാടിയാണ്. അതായത് വി ഹാവ് ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് ദാറ്റ് പോയിൻറ്റ്. So intensity of a wave at any point is proportional to the square of amplitude of vibrations at that point. അപ്പോൾ എന്താണ്, I proportional to a square എന്ന് എഴുതി. പ്രൊപ്പോർഷണലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ എന്ത് ചെയ്തു, എ സ്ക്വയറിൻ്റെ വാല്യൂ മുകളിൽ നിന്ന് എടുത്ത് എഴുതിയിട്ട് കൊടുത്തു. ദെൻ ഈ k ഉള്ളിലേക്ക് ഓരോ ടേമിനും മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. KA1 സ്ക്വയർ പ്ലസ് KA2 സ്ക്വയർ പ്ലസ് 2KA1 ഇൻറ്റു കോസ് ഫൈ.
നമുക്ക് എന്ത് ചെയ്യാം, കെ എ വൺ സ്ക്വയറിന് I1 എന്ന് വിളിക്കാം, കെ എ ടു സ്ക്വയറിന് I2 എന്ന് വിളിക്കാം. where I1 is the intensity of first wave and I2 is the intensity of second wave. അപ്പോൾ therefore I is equal to I1 plus I2 plus 2 root of I1 I2 cos phi എന്നാണ് കിട്ടുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് വീഡിയോ. ഇനി നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഇതിൽ നിന്ന് എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്റ്റീവ് ഇൻഡഫറൻസ് എന്ന കൺസെപ്റ്റിലോട്ട് എത്തുന്നത് എന്നാണ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ keep watching, stay healthy and take care. Okay.